ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് എന്താണെന്നോ പിന്നെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എത്ര രീതിയിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു. പിന്നെ തന്ന വീഡിയോ കൂടെ കുറച്ചും കൂടെ ഗൂഗിൾ മീറ്റിൽ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ ആ ഗൂഗിൾ മീറ്റിൽ എടുത്ത ബാക്കി ഭാഗം കൂടെ അതെടുക്കാം. അതായത് കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് cardinality of a set. Cardinality of a set എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. നമ്മുടെ എടുക്കുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കാം. ആ എലമെന്റ്സിന്റെ എണ്ണമാണ് കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. ഇപ്പൊ ഏത് പറഞ്ഞ സെറ്റ് 1 2 3 5 1 2 3 5 ഇതാണ് ഏത് പറഞ്ഞ സെറ്റ്. അതിന്റെ കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ് എ, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ ഡിനോട്ട് ചെയ്ത് എൻ ഓഫ് എ എന്നാണ്. എൻ ബ്രാക്കറ്റ് എൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ സ്മോൾ എൻ എഴുതും, ബ്രാക്കറ്റിൽ എ. ഇതാണ് കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ് എ ഡിനോട്ട് ചെയ്യുന്നത്. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കാം 1 2 3 4 1 2 3 4 എണ്ണം ഉണ്ട്, എലമെന്റ്സ് 4 എണ്ണം ഉണ്ട്. ഇപ്പൊ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 4, എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 4. അതാണ് കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ്. ആ സെറ്റിൻ്റെ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ മതി, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അതാണ് അതിൻ്റെ കാർഡിനാലിറ്റി. ഇപ്പം ബി എന്ന് പറഞ്ഞ സെറ്റ് എ ഇ ഐ ഒ യു. ഇവിടെ എൻ ഓഫ് ബി നമുക്ക് എഴുതാം. ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ 1 2 3 4 5. ഇതാണ് കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ്. കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ്. അപ്പോൾ എലമെന്റ്സിന്റെ എണ്ണം അതാണ് കാർഡിനാലിറ്റി. എൻ ഓഫ് എ ആണെങ്കിൽ എൻ ഓഫ് എ, ബി ആണെങ്കിൽ എൻ ഓഫ് ബി, ഇനി പി ആണെങ്കിൽ എൻ ഓഫ് പി. നമുക്ക് ഏത് ഇസഡ് വരെയുള്ള ഏത് പേരും സെറ്റിന് കൊടുക്കാം. അപ്പം ഏത് സെറ്റാണ്? ഇപ്പം എഫ് ആണ് എൻ ഓഫ് എഫ്. അതാണ് കാർഡിനാലിറ്റി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഒരു സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ആറ്റ് x is an odd number. X is an odd number and divisible by 2. And divisible by 2. X ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 3 5 എക്സെട്ര അങ്ങനെയുള്ള നമ്പറാണ്. അത് മാത്രമല്ല, കൂടാതെ x is divisible by 2. എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കുന്ന നമ്പേഴ്സ് 2 4 6 8 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒറ്റ എലിമെന്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓഡ് നമ്പറും ആയിരിക്കണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പറൊക്കെ ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ എക്സ് ഒരിക്കലും ഓഡ് നമ്പർ ഈവൻ നമ്പറും കൂടെ ആവത്തില്ല. അപ്പോൾ ഇവിടെ എലമെന്റ്സ് ഇല്ല. അപ്പോൾ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റും ഉണ്ട്. ഇത് സെറ്റാണ്, പക്ഷേ സെറ്റാണ്, എലമെന്റ്സ് ഒന്നും വരുന്നില്ല. അപ്പം എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റും ഉണ്ട്. അതായത് എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ 0യാണ്, ഒരു എലമെന്റും ഇല്ല. അങ്ങനെയുള്ള സെറ്റിന് ഒരു പ്രത്യേകം പേരുണ്ട്, എം ടി സെറ്റ്. ഈ സെറ്റ് എം ടി ആണ്. എം ടി സെറ്റ് ഓർ നൾ സെറ്റ്. നൾ സെറ്റ് എന്നാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എം ടി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ വോയിഡ്. ഈ 3 പേരുണ്ട്. എം ടി നള്ള് വോയിഡ് സെറ്റ് എങ്ങനെ വേണമെങ്കിലും പറയാം. എം ടി നമ്മൾ കൂടുതൽ നൾ സെറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ നൾ സെറ്റ് അങ്ങ് ഓർത്തിരിക്കുക. എം ടി സെറ്റ് എന്നും പറയാം, വോയിഡ് സെറ്റ് എന്നും പറയാം. അപ്പം നൾ സെറ്റ് ആണെങ്കിൽ നമുക്ക് നൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ഉണ്ട്, 5. 5 എന്ന് പറഞ്ഞൊരു 0 ഇട്ടിട്ട് നടുക്കൊരു വെട്ടിട്ടാൽ മതി. ഇതാണ് 5. അപ്പോൾ നമ്മൾ ഏത് പറഞ്ഞൊരു സെറ്റ് എ ഇവിടെ എം ടി ആണ്. എ നമുക്ക് എ = 5 എന്ന് എഴുതാം. ആ 5 എന്നൊരു സിമ്പിൾ കണ്ടാൽ സെറ്റിന്റെ സിമ്പിൾ ഒന്നും വേണ്ട, സെറ്റ് നൊട്ടേഷൻ ഒന്നും വേണ്ട. 5 എന്ന് കണ്ടാൽ അത് നൾ സെറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. നൾ സെറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ ഈ സിമ്പിൾ ഉപയോഗിക്കാം, 0 ഇട്ടിട്ട് വെട്ടിയിടണം 5. അല്ലെങ്കിൽ ഈ ഓപ്പൺ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ് എം ടി ആയിട്ടുള്ള ബ്രാക്കറ്റ്, വെറും ബ്രാക്കറ്റ് മതി, അതിൻ്റെ അകത്ത് ഒന്നും എഴുതാൻ പാടില്ല. ചിലരിനി ഇച്ചിരി സൗന്ദര്യമൊക്കെ കൂടുതൽ ഇരിക്കട്ടെ എന്ന് കരുതി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതും. ഈ എം ടി സെറ്റ് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് 5 കൂടെ അങ്ങ് എഴുതും. അപ്പം മീനിങ് മാറും. ഇതിപ്പോൾ എം ടി സെറ്റ് അല്ല, ദിസ് ഈസ് ദ സെറ്റ് കണ്ടെയ്നിങ് ദ എലമെന്റ് 5. ഇവിടെ നോക്കുമ്പോൾ 5 എന്ന് പറഞ്ഞ എലമെന്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത് ഒരു എലമെന്റ് ഉള്ള ഒരു സെറ്റായിട്ടങ്ങ് മാറും. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഒന്നെങ്കിൽ 5 മാത്രം, അല്ലെങ്കിൽ ആ ബ്രാക്കറ്റ് മാത്രം. ക്ലിയർ ആയല്ലോ? ഇത് രണ്ടും കൂടെ ഒരു കാരണവശാലും ഉപയോഗിച്ചേക്കരുത്. ഓക്കെ, ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ്. വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ് വരുത്തുന്ന രീതിയിൽ. അപ്പോൾ ബി = സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്
എക്സ് ഈസ് എ റിയൽ നമ്പർ ആണ് ആൻഡ് അല്ലെങ്കിൽ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ത് വേണമെങ്കിലും ആവാം. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, റിയൽ നമ്പർ ഉണ്ട് നാച്ചുറൽ നമ്പർ എന്താണെങ്കിലും കുഴപ്പമില്ല. ആൻഡ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. എക്സിന്റെ വാല്യൂ 5ൽ കുറവായിരിക്കണം, എന്നാൽ എക്സിന്റെ വാല്യൂ 7ൽ കൂടുതലായിരിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് വേണ്ടത്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എഴുതണം. 5ൽ കുറവായിരിക്കണം, 7ൽ കൂടുതലായിരിക്കണം. 5ൽ കുറവും 7ൽ കൂടുതലും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു നമ്പർ നമുക്കില്ല. ഒന്നെങ്കിൽ 5ൽ കുറവ് ഒരിക്കലും 7ൽ കൂടത്തില്ല, 7ൽ കൂടുതലെടുത്താൽ അതൊരിക്കലും 5ൽ കുറയത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന നമ്പർ നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ലെസ് ദാൻ 5ഉം ഗ്രേറ്റർ ദാൻ 7ഉം കൂടെ ഒരുമിച്ച് വരണം. ഒരുമിച്ച് വരുമ്പോൾ ലെസ് ദാൻ 5 നമ്പറിലേക്ക് വരികയാണെങ്കിൽ ഇത് 5 ഇത് 7. ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് നമ്പേഴ്സ് വരുന്നത്, ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന നമ്പർ ഒന്നും കിടത്തില്ല. ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ ഈ സൈഡ് മാത്രമേ വരുള്ളൂ, അവിടെ ഒരിക്കലും ഗ്രേറ്റർ ദാൻ 7 വരികയില്ല. ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ അങ്ങേറ്റത്തുള്ളത് മാത്രമേ വരുള്ളൂ, അവിടെ ഒരിക്കലും ലെസ് ദാൻ 5 വരികയില്ല. 7 കൂടുതൽ ഒരിക്കലും 5ൽ കുറയത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു കാരണവശാലും വരത്തില്ല. പക്ഷേ ഇത് സെറ്റാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ നൾ സെറ്റ് എന്ന് പറയാം. ബി ഈസ് നൾ സെറ്റ്, ഒറ്റ എലമെന്റ് പോലും ഇല്ല, നൾ സെറ്റ്. അപ്പം n ഓഫ് 5യുടെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 0യാണ്. നൾ സെറ്റിന്റെ എലമെന്റ്സിന്റെ എണ്ണം 0യാണ്. അപ്പം ക്ലിയർ ആയല്ലോ, നൾ സെറ്റ് അല്ലെ എം ഡി സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ് സെറ്റ് ഉണ്ട്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്സ്, ഫൈനൈറ്റ് സെറ്റും ഇൻഫിനിറ്റ് സെറ്റും. ഓക്കെ, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്സ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. അപ്പൊ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് n ഓഫ് എ, ഇപ്പൊ ഏത് പറഞ്ഞൊരു സെറ്റ് ഫൈനൈറ്റ് ആവണമെങ്കിൽ n ഓഫ് എ എത്രയാണെന്ന് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് കൃത്യമായിട്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. അത് 10 ആകാം, 100 ആകാം, 1000 ആകാം, 1,00,000 ആകാം, 10 കോടി ആകാം, എത്ര വേണേലും ആകാം. കൃത്യമായിട്ട് എണ്ണം പറഞ്ഞാൽ മതി. എണ്ണം കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. n ഓഫ് എ ഡെഫിനിറ്റ് ആയിരിക്കണം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് ഡെഫിനിറ്റ് ആയിരിക്കണം, കൃത്യമായിട്ട് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അങ്ങനെ വരുന്ന സെറ്റ് ഫൈനൈറ്റ്. ഇത് ഫൈനൈറ്റാ, എയുടെ എണ്ണം നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റുവാണെങ്കിൽ അത് ഫൈനൈറ്റാ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ a is equal to സെറ്റ് 2 4 8 അല്ല 6 8 എക്സെട്ര 10,000 വരെ, 10,000 വരെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എണ്ണം എത്ര ഉണ്ടെന്ന് എണ്ണി എടുക്കാൻ പറ്റും. ചില സമയം എടുക്കുന്നതിനുള്ള എണ്ണം എത്ര ഉണ്ടെന്ന് അതിൽ പറയാൻ പറ്റും. 2 4 10,000 പകുതി അത് അത്രയും വരും, അത്രയും നിങ്ങൾക്ക് കിട്ടും. അതായത് 5,000 കിട്ടും. n ഓഫ് എ കൃത്യമായിട്ട് പറയാം 5,000. അപ്പൊ എണ്ണം കൂടിയൊക്കെ ഇരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എണ്ണം കൂടുതലൊക്കെ വരാം, അത് പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ അവസാനം ഉണ്ടെങ്കിൽ ആ സെറ്റിന്റെ അവസാനത്തെ എലമെന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് പറയാം ഫൈനൈറ്റ് ആണ്. ലാസ്റ്റ് എലമെന്റ് ഏതാണെന്ന് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുവാണെങ്കിൽ അത് എണ്ണിയെടുക്കാം, എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണിയെടുക്കാൻ പറ്റും, അതൊക്കെ ഫൈനൈറ്റാണ്. അതേ സമയത്ത് ഇപ്പം n ഓഫ് എ 5,000 വരും, അത് ഫൈനൈറ്റാണ്. n ഓഫ് എ ഡിഫൈൻഡ് ആയാൽ മതി, n ഓഫ് എ വെൽ ഡിഫൈൻഡ്, കൃത്യമായിട്ട് n ഓഫ് എ പറയാൻ പറ്റിയാൽ മതി. അതേസമയം ഇതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് പോവുക, അവസാനമില്ലാതെ അങ്ങ് പോവുക, നീണ്ടു പോവുക. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ഏത് എലമെന്റാന്ന് പറയാൻ പറ്റില്ല, എത്ര എലമെന്റ് ഉണ്ടെന്ന് എണ്ണിയെടുക്കാൻ പറ്റത്തില്ല. ഏതൊക്കെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാം, പക്ഷേ അത് എത്ര എണ്ണം കൃത്യമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സെറ്റാണ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്, ഇൻഫിനിറ്റ് അങ്ങ് പോവുക, നീണ്ടു പോവുക, എത്രയെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പം എ ഇൻഫിനിറ്റാണ്. അവസാനം നമ്മൾ 10,000 എഴുതിയപ്പോൾ എ ഫൈനൈറ്റ് ആയിരുന്നു, 10,000 മായിച്ച് എക്സെട്ര ആയിട്ട് പോകണേ അങ്ങ് പോകും, അത് ഇൻഫിനിറ്റാണ്. അപ്പം ഡെഫിനിറ്റ് ആയിട്ട് n ഓഫ് എ നമ്പർ ഓഫ് എലമെന്റ്സ് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ആണ്. അത് നിങ്ങളെ കൊണ്ട് കൃത്യമായിട്ട് n ഓഫ് എ എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഇൻഫിനിറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റും ഇൻഫിനിറ്റ് സെറ്റും ക്ലിയർ ആയോ? ഫൈനൈറ്റ് ഇൻഫിനിറ്റ് എണ്ണം കൃത്യമായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ അത് ഫൈനൈറ്റും, എണ്ണം കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇൻഫിനിറ്റ് സെറ്റുമാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഇതിന്റെ എല്ലാ എക്സാമ്പിൾ നമുക്ക് അവസാനം ചെയ്യാം, ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. നെക്സ്റ്റ് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ്, രണ്ട് സെറ്റ് എ ഈക്വൽ സെറ്റ്സ്, രണ്ട് സെറ്റ് എയും ബിയും, എയും ബിയും ഈക്വൽ ആവണമെങ്കിൽ, ഈ രണ്ട് സെറ്റ് ഈക്വൽ സെറ്റ് ആവണമെങ്കിൽ നമുക്ക് ഇതിനെ എ ഈക്വൽ ടു ബി എന്ന് ഡിനോട്ട് ചെയ്യാം. ഈക്വൽ ആവണമെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് അതിനെ ഡിനോട്ട് ചെയ്യാം.
ഈക്വൽ ആവണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. എയിലെ എല്ലാ എലമെന്റ്സും, എയിലും ബിയിലും ഒരേ എലമെന്റ്സ് വന്നാൽ മതി. എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ വരണം. അതുപോലെ തന്നെ ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിൽ വരണം. എയിലും ബിയിലും ഒരേ എലമെന്റ്സ്. അത് ഓർഡർ ഒക്കെ തെറ്റിക്കിടക്കാം. എയിൽ അതേ ഓർഡർ ആയിരിക്കണം എന്നില്ല ബിയിൽ. അവിടെ എവിടെയൊക്കെ ആയിട്ട് കടന്നാൽ മതി. എല്ലാ എലമെന്റ്സും വരണം. അങ്ങനെ വരുവാണെങ്കിൽ ആ സെറ്റ് ഈക്വലാണ്. എയും ബിയും ഈക്വലാണ്. എല്ലാ എലിമെന്റ്സും സെയിം ആയിട്ട് വരുന്നില്ലെങ്കിൽ അൺഈക്വൽ ആണെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയും. എ നോട്ട് ഈക്വൽ ടു ബി. ഒരേ എലിമെന്റ്സ് വരുന്നില്ലെങ്കിൽ അൺഈക്വൽ സെറ്റ്സ് ആണ്. അത് എ നോട്ട് ഈക്വൽ ടു ബി എന്നുള്ളൂ. എല്ലാ എലിമെന്റ്സും രണ്ടിടത്തും ഉണ്ടെങ്കിൽ ഈക്വൽ സെറ്റ്സ് ആണ് എ ഈക്വൽ ടു ബി. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം. സപ്പോസ് എ ഈക്വൽ ടു എ ബി സി ഡി. ബി ഈസ് ഈക്വൽ ടു സെറ്റ് ബി സി എ ഡി. നോക്കാം. എയിലെ എലിമെന്റ്സ് എയും ബിയും സിയും ഡിയും ഇവിടെയുണ്ട്. എ ബി സി ഡി. ഇവിടെയുള്ള ബിയും സിയും എയും ഡിയും ബി സി എ ഡി. ഓർഡർ തെറ്റി കിടക്കുന്നേ ഉള്ളൂ. രണ്ടിടത്തും അത് ഒരേപോലെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം എ ഈക്വൽ ടു ബി. ഇവിടെ നമുക്ക് ഈ രണ്ട് സെറ്റും ഈക്വൽ ആണ്. ഈ രണ്ട് സെറ്റും ഈക്വൽ ആണ്. അതിനെ നമുക്ക് എ ഈക്വൽ ടു ബി എന്ന് പറയാം. എ ഈക്വൽ ടു ബി. രണ്ട് സെറ്റും ഈക്വൽ ആയതുകൊണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ സപ്പോസ് എ ബി സി ഡി. ഇവിടെ ഇപ്പം ബി സി എ ഇ എന്നാണ് വിചാരിക്കുക. എ ഇ എന്നാണ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ നോക്കാം. എ ബി സി ഡി. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, പക്ഷെ ഡി ഇല്ല. ഒരു എലമെന്റ് മാത്രമില്ല. അപ്പോൾ അത് ഈക്വൽ അല്ല. എല്ലാ എലമെന്റും പറയാം. ഇവിടെ നമുക്ക് നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതാം. എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ ഈക്വൽ സെറ്റ് എന്താ, അൺഈക്വൽ സെറ്റ് എന്താണെന്ന് മനസ്സിലായോ? ഒരേ എലമെന്റ്സ് വരുവാണെങ്കിൽ അത് ഈക്വൽ സെറ്റ്സ് ആണ്. ഒരേ എലമെന്റ്സ് വരുന്നില്ലെങ്കിൽ അൺഈക്വൽ സെറ്റ്സ് എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളെ ഇപ്പം പറയുന്നുള്ളൂ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് നമ്മൾ പഠിച്ചത് നൾ സെറ്റ്, കാർഡിനാലിറ്റി, എലമെന്റ്സിന്റെ എണ്ണം, കാർഡിനാലിറ്റി എൻ ഓഫ് എ. ആ സെറ്റിന്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതാണ് കാർഡിനാലിറ്റി. പിന്നെ പഠിച്ച എം ജി സെറ്റ്, എലമെന്റ്സ് ഒന്നും വരുന്നില്ലാത്ത സെറ്റാണ് എം ജി സെറ്റ്, നൾ സെറ്റ് 5. പിന്നെ എലമെന്റ്സിന്റെ എണ്ണം കൃത്യമായിട്ട് എണ്ണിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ ഓഫ് എ അല്ലെ എൻ ഓഫ് ബി എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് സെറ്റ്. അത് അവസാനം ഉണ്ടായത് ആ സെറ്റിന്റെ ലാസ്റ്റ് എലമെന്റ് എത്ര ഏതാന്ന് പറയാൻ പറ്റിയാൽ മതി. അങ്ങനെയാണ് അത് ഈക്വൽ സെറ്റാ അല്ല ഫൈനൈറ്റ് സെറ്റാ. എലമെന്റ്സിന്റെ എണ്ണം എത്രയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇൻഫിനിറ്റ്, അതായത് അവസാനം ഇല്ലാത്ത സെറ്റ്, അങ്ങ് നീണ്ടുപോകും. അങ്ങനെ വരുന്ന ഇൻഫിനിറ്റ് സെറ്റ്. പിന്നെയുള്ള ഈക്വൽ സെറ്റ്സ്. രണ്ട് സെറ്റ് ഈക്വൽ ആവണമെങ്കിൽ രണ്ടിനകത്തും ഒരേ എലമെന്റ്സ് വന്നാൽ മതി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ രണ്ട് സെറ്റിൻ്റെ അകത്തും ഒരേ എലമെന്റ്സ് വന്നാൽ അത് ഈക്വൽ സെറ്റ്സ് ആണ്. നമുക്ക് ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ കുറെ എക്സാമ്പിൾസ് പറയാം. നൾ സെറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഏതൊക്കെയാണ് നൾ സെറ്റ്? സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈവനും ആണ് പ്രൈമും ആണ്. ഈവനും പ്രൈമും കൂടെ വരുന്ന എലിമെന്റ് ഉണ്ടോ നോക്കിയാൽ മതി. ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 എക്സെട്ര. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2, 3, 5 എക്സെട്ര. അപ്പൊ ഇതിന്റെ അത് രണ്ടിനകത്തും ഈവനും പ്രൈമും ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. 2 ഈവൻ നമ്പേഴ്സ് പറയുമ്പോഴത്തേക്കും 2, 4, 6 എക്സെട്ര വരും. പ്രൈം നമ്പേഴ്സ് പറയുമ്പോൾ 2, 3, 5 കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ എക്സെട്ര. അപ്പം ഈവനും പ്രൈമും ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്, 2 ഉണ്ട്. ഈ സെറ്റിന്റെ അകത്ത് സെറ്റ് 2 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നൾ സെറ്റ് അല്ല. ഇതിപ്പം ഒരു എലമെന്റ് ഉള്ള സെറ്റാ. അപ്പൊ ഇത് നൾ സെറ്റ് അല്ല. അപ്പൊ ദിസ് ഈസ് നോട്ട് എ നൾ സെറ്റ്. ഇത് നൾ സെറ്റ് അല്ല. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അത് മുമ്പേ പറഞ്ഞാണ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. നമ്മൾ നൾ സെറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ ലെസ് ദാൻ 5ഉം ഗ്രേറ്റർ ദാൻ 7ഉം വരുന്ന എലമെന്റ്സ് ഒന്നും ഇല്ല നമ്മൾ പറഞ്ഞു, അത് നൾ സെറ്റ് ആണ്. പിന്നെ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് y is a point. Y is a point common to two parallel lines. രണ്ട് പാരലൽ ലൈൻസിന് കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ആണ് y. Set of all y such that y is a point common to two parallel lines. രണ്ട് പാരലൽ ലൈൻസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കോമൺ ആയിട്ട് പോയിന്റ് കിട്ടണമെങ്കിൽ കൂട്ടിമുട്ടണം. ലൈൻസ് കൂട്ടിമുട്ടുവാണെങ്കിൽ ഈ പോയിന്റ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഈ ലൈനിനുണ്ട്, രണ്ട് ലൈനിനുണ്ട് കൂട്ടിമുട്ടണം. നമുക്ക് തന്നത് രണ്ട് പാരലൽ ലൈൻസാണ്. പാരലൽ ലൈൻസ് എപ്പോഴെങ്കിലും കൂട്ടിമുട്ടുമോ? പാരലൽ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. അതുകൊണ്ട് കോമൺ പോയിന്റ് ഇല്ല. അപ്പൊ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് y is a point common to two parallel lines എന്ന് പറയുമ്പോൾ അത് എംപ്റ്റി സെറ്റാ, നൾ സെറ്റാ. അങ്ങനെ ഒരു പോയിന്റ് നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് നൾ സെറ്റാ.
രണ്ട് പാരലൽ ലൈൻസിന് കോമൺ പോയിന്റ് ഇല്ല, അതുകൊണ്ട് അത് നൾ സെറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് പറയണേ. ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? സെറ്റ് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് പറഞ്ഞാൽ മതി. സെറ്റ് ഓഫ് മന്ത്സ് ഇൻ ആൻ ഇയർ, സെറ്റ് ഓഫ് ഓൾ മന്ത് മാസങ്ങൾ ഇൻ ആൻ ഇയർ. അപ്പോൾ ഒരു വർഷത്തിലെ മാസങ്ങളുടെ സെറ്റ് അത് നിങ്ങൾക്കറിയാം. ഒരു വർഷത്തിലെ മാസങ്ങൾ എത്രയുണ്ടെന്ന് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാം. ജാനുവരി തൊട്ട് ഫെബ്രുവരി വരെ 12 എണ്ണം. അപ്പോൾ ആ സെറ്റ് എ എടുത്താൽ എൻ ഓഫ് എ ക്ലിയർ ആയിട്ട് 12 എന്ന് പറയാം. എൻ ഓഫ് എ 12 മാസമേ ഉള്ളൂ, 12 മന്ത്സേ ഉള്ളൂ, നമുക്കറിയാം. അതുകൊണ്ട് ഇത് ഫൈനൈറ്റ്, ഇത് ഫൈനൈറ്റ് സെറ്റാണ്. എൻ ഓഫ് എ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള സെറ്റൊക്കെ ഫൈനൈറ്റാണ്, അത് ഫൈനൈറ്റ് ആണ്. അടുത്ത സെറ്റ് 1 2 3 എക്സെട്ര. 1 2 3 നിങ്ങൾക്ക് എലമെന്റ്സ് ഏതൊക്കെയാന്ന് പറയാം. പക്ഷേ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ സെറ്റിലെ ടോട്ടൽ എലമെന്റ്സിന്റെ എണ്ണം നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമോ? അവസാനം ഏതാണെന്ന് അറിയത്തില്ല. 100 ആണോ 1000 അങ്ങ് പോകും, നീണ്ട് ഇഷ്ടം പോലെ പോകും. ഇവിടെ നമുക്ക് ഒരിക്കലും ഈ സെറ്റ് ബി ആണെങ്കിൽ എൻ ഓഫ് ബി എത്രയാണെന്ന് നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കത്തില്ല. പറയാൻ ഒരിക്കലും പറ്റത്തില്ല. ഇതിന്റെ അവസാനം നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റില്ല. അവസാനം ഇല്ല, അങ്ങ് പോവാ. അങ്ങനെയുള്ള സെറ്റ് ഇൻഫിനിറ്റാ. ഇതപ്പോൾ ഇൻഫിനിറ്റ് സെറ്റാണ്. ക്ലിയർ ആയാലും ഇൻഫിനിറ്റ് സെറ്റ്. അടുത്ത അതേസമയം ഈ സെറ്റ് ഇത് തന്നെ 1 2 3 എക്സെട്ര 100 അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. ഇതിനകത്ത് 100 എലമെന്റ്സ് ആണ്, 100 എലമെന്റ്സ് ഉണ്ട്. 1 തൊട്ട് 100 വരെയുള്ള എല്ലാ എലമെന്റ്സും. അപ്പൊ 100 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സി എടുത്താൽ എൻ ഓഫ് സി ക്ലിയർ ആയിട്ട് പറയാം 100. അപ്പൊ ഇത് ഫൈനൈറ്റാ. അപ്പൊ നിങ്ങളെ കൊണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഫൈനൈറ്റാ. അപ്പൊ ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്. പിന്നെ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100ന് മേളിലുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100ന് മേളിലുള്ള ഇൻറ്റിജേഴ്സ് അത് നമ്മൾ എഴുതുവാണെങ്കിൽ 100ന് മേളിൽ 101 ഉണ്ട്, 102 ഉണ്ട്, എക്സെട്ര അങ്ങ് പോകും. എവിടെ വരെ പോകും എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങ് പോവുക. ഇത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? ലാസ്റ്റ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് ഇൻഫിനിറ്റ് സെറ്റാണ്. ഇൻഫിനിറ്റ് സെറ്റ്. അതേസമയം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറഞ്ഞാലും ഇൻഫിനിറ്റാ. ലെസ് ദാൻ 100 എന്ന് പറയുമ്പോൾ 100 തൊട്ട് പുറകിലോട്ട് നെഗറ്റീവും വരും, നെഗറ്റീവ് അങ്ങ് പോകും. അതും നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 100 ആണെങ്കിൽ 1ൽ വരുമ്പോൾ നിൽക്കും. 100ന്റെ പുറകോട്ട് 99 98 97 അങ്ങനെ വന്ന് പോസിറ്റീവ് ഇൻറ്റിജർ സ്റ്റാർട്ട് ചെയ്യുന്ന 1 എത്തുമ്പോൾ നിൽക്കും. അപ്പം നമുക്ക് അവസാനമുണ്ട്. അപ്പം അവസാനത്തെ എലമെന്റ് നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഫൈനൈറ്റാ. ഇപ്പം നമ്മൾ എഴുതിയ ഇത് ഇൻഫിനിറ്റാ, അവസാനമില്ല, ഇൻഫിനിറ്റാ. അവസാനം ഇല്ലാത്തതൊക്കെ ഇൻഫിനിറ്റാ. പിന്നെ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. ഇപ്പൊ പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 2 3 5 7 അങ്ങനെ പോയി 99ന് മുമ്പുള്ള പ്രൈം നമ്പർ. 99ന് മുമ്പുള്ള പ്രൈം നമ്പർ ഏതാണ്? 97. അപ്പൊ ലാസ്റ്റത്തെ പ്രൈം നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പ്രൈം നമ്പർ ഏതൊക്കെയാണെന്ന് എഴുതിയാൽ മതി. ആദ്യത്തെ 100 വരെയുള്ള പ്രൈം നമ്പർ ഒന്ന് എഴുതി നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണിയില്ല. 100 വരെയുള്ള ടോട്ടൽ നമ്പർ നമുക്ക് എണ്ണാവല്ലോ. അപ്പൊ അതിലെ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അതിലും കുറച്ചേ ഉള്ളൂ. പ്രൈം നമ്പേഴ്സ് എല്ലാം എഴുതി. പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അത് ഈസി ആയിട്ട് എഴുതാം. എന്നാലും ലാസ്റ്റത്തെ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. 99 വരെയുള്ള പ്രൈം നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 2 3 5 അങ്ങനെ 97 വരെ. 97 ലാസ്റ്റത്തെ പ്രൈം. അപ്പം നിങ്ങൾക്ക് എണ്ണിയെടുക്കാം കൃത്യമായിട്ട്. അതായത് ആ സെറ്റിൻ്റെ അകത്ത് 25 എണ്ണം വരും. ഞാൻ നോട്ടിൻ്റെ അകത്ത് അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. 25 പ്രൈം നമ്പേഴ്സ് വരും. അതുകൊണ്ട് അത് ഫൈനൈറ്റാണ്. പിന്നെ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. സെറ്റ് ഓഫ് ഓൾ ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിസിന് പാരലൽ, നമ്മുടെ എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് നിങ്ങൾ വരച്ചു നോക്കിയാൽ എന്തുമാത്രം ലൈൻസ് വരയ്ക്കാം. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഇഷ്ടംപോലെ വരയ്ക്കാം. നമ്മൾ ഈ വരയ്ക്കുന്ന 2 എണ്ണത്തിനിടയിൽ ഒത്തിരി ഉണ്ട്. നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല എത്ര ലൈൻസ് ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപാട് ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് വരയ്ക്കാം. എക്സ് ആക്സിസിന് പാരലലായിട്ട് മേളും താഴെ ഇഷ്ടംപോലെ ലൈൻസ് വരയ്ക്കാം. നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇഷ്ടംപോലെ വരും. അതൊരിക്കലും നമുക്ക് എത്ര വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അതും ഇൻഫിനിറ്റ് സെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അതിൻ്റെ അകത്ത് അടുത്ത ഈക്വൽ സെറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈക്വൽ സെറ്റ്സ് അതായത് 2 സെറ്റ് ഞാൻ ഓർമ്മ മുമ്പ് ചെയ്തിരുന്ന ABCDയും അത് ചെയ്തായിരുന്നു. ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു സെറ്റ്
ഈക്വൽ ടു സെറ്റ് 8 4 16 18. നോക്കിക്കേ ഇത് ഈക്വൽ സെറ്റ്സ് ആണോ? ഈക്വൽ ആണോ? എയിലെല്ലാം ബിയിലുണ്ടോ നോക്കിയാൽ മതി. എയില് 4 ഉണ്ട്, 8 ഉണ്ട്, 12 ഇല്ല. ഇവിടെ 12 ഇല്ല, ഒരെണ്ണം ഇല്ല, പിന്നെ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് പറയാം എ നോട്ട് ഈക്വൽ ടു ബി. എയും ബിയും ഈക്വൽ സെറ്റ്സ് അല്ല, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്തത് എ എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8 10. ഇനി ബി എന്ന് പറഞ്ഞ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നോക്കണമെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്, റോസ്റ്റർ ഫോമിലേക്ക് എഴുതിയിട്ടേ ചെയ്യാവുള്ളൂ, അല്ലെ നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. റോസ്റ്റർ ഫോം സെറ്റ് ബിൽഡർ ഫോം തന്നേക്കാണ്. എക്സ് ഈസ് പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ, പോസിറ്റീവ് ഈവൻ നമ്പർ അല്ലെ ഈവൻ ഇൻറ്റിജറിനോ ഈവൻ നമ്പറിനോ ഒക്കെ പറയാം. ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇത് നമ്മള് ഇതിപ്പോ സെറ്റ് ബിൽഡർ ഫോം ആണ്. എക്സ് ഈസ് എ പോസിറ്റീവ് ഈവൻ നമ്പർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പം 10ൽ താഴെയുള്ള 10ഓ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് 10 കൊടുക്കാം. 10ഓ 10ൽ താഴെയോ വരുന്ന performance is declining. അപ്പം x is a പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ, പോസിറ്റീവ് ഈവൻ നമ്പറുമാണ്. 10ഓ 10ൽ താഴെയോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പം 10 കൊടുക്കാം. 10ഓ 10ൽ താഴെയോ വരുന്ന എല്ലാ പോസിറ്റീവ് ഈവൻ നമ്പറും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബി എ റോസ്റ്റർ ഫോമിൽ എഴുതുക. പോസിറ്റീവ് ഈവൻ നമ്പർ തുടങ്ങുന്നത് 2ലാണ്. 2 4 6 8 10 വരെ എടുക്കാം. 10ഉം കൂടി എടുക്കാം. ഇപ്പൊ നോക്കാം എയും ബിയും ഇപ്പൊ റോസ്റ്റർ ഫോമിലായി. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ നോക്കാം. അവിടെ 2 4 6 8 10 2 4 6 8 10 എയും ബിയും ഈക്വൽ ആണ്. എ ഈക്വൽ ടു ബി. ക്ലിയർ ആയോ? എ ഈക്വൽ ടു ബി. ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. എ എന്ന് പറഞ്ഞാൽ സെറ്റ് എക്സ് സെറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. 10ന്റെ മൾട്ടിപ്പിൾ ആണ് എ. ബി എന്ന് പറയുന്നത് 10 15 20 25 എക്സെട്ര. ബി റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. 10 15 10 15 20 25 എക്സെട്ര. എ സെറ്റ് ബിൽഡർ ഫോമിലാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. 10ന്റെ മൾട്ടിപ്പിൾ 10ന്റെ ഗുണിതങ്ങളാണ് എ. അപ്പൊ അത് നിങ്ങൾ സെറ്റ് ആക്കി എഴുതുക. എ 10ന്റെ മൾട്ടിപ്പിൾ 10ന്റെ ഗുണിതങ്ങൾ. ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാ? 10ന്റെ 10 വരും. പിന്നെ 10 × 2 20 30 40. അത് എവിടെ വരെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇത് രണ്ടും സെയിം ആണെന്ന് നോക്കാം. 10 ഇവിടെയുണ്ട്, 15 ഇവിടെ ഇല്ല. കണ്ടോ? 15 ഇല്ല, 25 ഇല്ല. അപ്പൊ ഒരിക്കലും ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി. എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ ഈക്വൽ സെറ്റ്സ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് സെറ്റ് 2, 3. ബി എന്ന് പറയുന്നത് സെറ്റ് എക്സ് സെറ്റ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് x² + 5x + 6 = 0. x² + 5x + 6 = 0. ആ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എക്സ്. എ റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട് 2ഉം 3ഉം. സെറ്റ് 2ഉം 3ഉം. ബി പക്ഷേ സെറ്റ് ബിൽഡർ ഫോം ആണ്. അതിന്റെ റോസ്റ്റർ ഫോം കണ്ടുപിടിക്കണം. അതായത് ഇത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബിയുടെ സെറ്റ്. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് സോൾവ് ചെയ്യണം. x² + 5x + 6 = 0. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ദ്വിമാന സമവാക്യം. -b ± ആ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യണം. എക്സ് നമ്മൾ സോൾവ് ചെയ്തെടുക്കാൻ പോണ്. -b ± √b² - 4ac/2a. എ എന്ന് പറയുന്ന x² കോഎഫിഷ്യന്റ് 1, ബി എന്ന് പറഞ്ഞാൽ 5, സി എന്ന് പറഞ്ഞാൽ 6. നമ്മളിവിടെ കൊടുക്കാൻ പോണ്. ബി എന്ന് പറഞ്ഞാൽ 5 -5 ±√b² എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇട്ടോളെ 4 × a1 c6/2a 2 × a1.
that is equal to minus 5 plus or minus root of 5 into square 25 minus 6 into 4 24 by 2. That is x is equal to minus 5 plus or minus 25 minus 24 1 വരും. 1ന്റെ റൂട്ട് എടുക്കുക. റൂട്ട് 1 എന്ന് വെച്ചാൽ അത് 1 തന്നെയാണ് ബൈ 2. ഈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകണേ. പ്ലസ് ഓർ മൈനസിലെ രണ്ടാക്കുക. മൈനസ് 5 പ്ലസ് 1 ഉണ്ട് ബൈ 2 ഉണ്ട്. മൈനസ് 5 മൈനസ് 1 ബൈ 2 ഉണ്ട്. മൈനസ് 5 പ്ലസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 4. മൈനസ് 4 ബൈ 2 എന്ന് പറയുമ്പോൾ മൈനസ് 2. മൈനസ് 5 മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 6. മൈനസ് 6 ബൈ 2 എന്ന് പറയുമ്പോൾ മൈനസ് 3. അപ്പോൾ ഈ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ഞാൻ ആദ്യം എടുത്തതാണ്. അപ്പോൾ അത് ശരിക്കും അറിയാൻ മേലാത്തവർ അതൊക്കെ ഒന്നുകൂടെ നോക്കിക്കോണം. അത് എപ്പോഴും ആ ലിങ്ക് തന്നുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാം. അപ്പം അത് നോക്കണം, പഠിക്കണം. ഇങ്ങനെയുള്ള ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ അഡീഷൻ സബ്ട്രാക്ഷനൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി, ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇതിലാണ് കിട്ടിയത്. എക്സിൻ്റെ വാല്യൂ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് ബി എന്ന് പറഞ്ഞ സെറ്റ്. അപ്പോൾ നമുക്ക് ബി എന്ന് പറഞ്ഞ സെറ്റ് എഴുതാം. സെറ്റ് മൈനസ് 2ഉം മൈനസ് 3 ബി കിട്ടി. അപ്പോൾ എ നമുക്ക് തന്നിട്ടുണ്ട് 2ഉം 3. എ എന്ന് പറഞ്ഞാൽ വെറും 2ഉം 3 ആണ്. പക്ഷേ ബി എന്ന് പറഞ്ഞാൽ മൈനസ് 2ഉം മൈനസ് 3 ആണ്. രണ്ട് സെയിം ആണോ? ഒരിടത്ത് പോസിറ്റീവ് ഒരിടത്ത് നെഗറ്റീവ്. ഇപ്പം പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ സെയിം ഒന്നുമല്ല. 2 3 വന്നാൽ 2 3 തന്നെ വരണം. മൈനസ് 2 മൈനസ് 3 വന്നാൽ മൈനസ് 2 മൈനസ് 3 തന്നെ വരണം. ഇവിടെ ഒരിടത്ത് 2 3ഉം ഒരിടത്ത് മൈനസ് 2 മൈനസ് 3 ആണ്. അപ്പം നമ്പർ സെയിം ആണെന്ന് കരുതി ആൻസർ സെയിം ആവത്തില്ല, സൈൻ ഉൾപ്പെടെ സെയിം ആവണം. അപ്പോൾ നമുക്കിവിടെ നമുക്ക് പറയാം എ നോട്ട് ഈക്വൽ ടു ബി. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ്. എം ഡി സെറ്റ് കാർഡിനാലിറ്റി ആദ്യം പറഞ്ഞു, എം ഡി സെറ്റ് ഫൈനൈറ്റ് ഇൻഫിനിറ്റ് ഇപ്പോൾ ഈക്വൽ സെറ്റ്. അപ്പം ഇത് ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി. ഇത് നോക്കി ശരിക്കും നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കാം. നിങ്ങളത് നന്നായിട്ട് പഠിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അന്നൊന്ന് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആയിക്കോളും. എല്ലാവർക്കും ശരി. താങ്ക് യു.